അനീഷേട്ടാ നമസ്കാരം. 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 സുഖാണോ? ഒരുപാട് സുഖമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട്? സുഖല്ലേ? ആദ്യം തന്നെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് കെൻമിയിലോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുൻപ് അത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാണ് ഏറ്റവും വലിയൊരു മിസ്സിങ് വന്നത്. ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ 100 ദിവസം കംപ്ലീറ്റ് ആയിട്ട് സ്വന്തം വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒന്നും ഇല്ലാതെ വേറൊരു ലോകം എന്ന് തന്നെ പറയാം. ആ ഒരു ലോകത്ത് ജീവിക്കുന്ന സമയത്തിലേക്ക് നമ്മൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണണമെന്ന് അവർ തീരുമാനിക്കുന്നോ അതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതല്ലാതെ ബിഗ് ബോസ് വീട്ടിലകത്തൊരു എക്സ്പീരിയൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ശരി, ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ക്ലാസിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ആരാണ് ഇവിടെ വന്ന് സംസാരിക്കാൻ പോകുന്നത്? ഒരാള് വന്ന് പറയും നിങ്ങളുടെ എക്സ്പീരിയൻസ്. വേഗാവട്ടെ. ആ, പേരെന്താ? ജെസി. നസീറ. ഓക്കെ, വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? നസീറ എത്ര നാളായി ഇവിടെ വന്നിട്ട് പഠിച്ചു തുടങ്ങിയിട്ട്? 3 മാസം. ഓക്കെ, അപ്പൊ എന്താണ് നസീറയ്ക്ക് ഈ കോഴ്സിനെ, നസീറ ചെയ്യുന്ന കോഴ്സിനെ കുറിച്ചും ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചും നസീറയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാന് റൈറ്റ് ആയിട്ടുള്ള ഒരു ബേസിൽ തന്നെയാണ് അത് എത്തിയിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാന്നുള്ളതിന്റെ ഒരു മെയിൻ എയിം തന്നെയായിരുന്നു. അപ്പൊ അത് എവിടെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തു. എനിക്ക് ഇത്രയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം എനിക്കിത് ബെറ്റർ ആണ്, ബെസ്റ്റ് ആണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ. ക്ലാസ് എല്ലാം അടിപൊളിയാണ്. അപ്പൊ ഭാവിയില് ഒരു കൊല്ലത്തിന് ശേഷം നസീറ എവിടെ നിൽക്കുന്നതായിട്ടാണ് നസീറ സ്വപ്നം കാണുന്നത്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് നിൽക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും നസീറയ്ക്ക് അതിന് കഴിയട്ടെ. അതുപോലെ തന്നെ ഈ സ്ഥാപനം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഉറപ്പുണ്ട് അല്ലെ? അപ്പൊ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും. ഇനി ചോദ്യം എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ്. ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മൈജി നടത്തിയ കോമണർ കോണ്ടസ്റ്റിലൂടെയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ എത്രയോ ആളുകൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മാറ്റുരച്ച ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു മൈജി നടത്തിയത്. അതിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു, എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ എത്തുന്നു. അതിനേക്കാൾ ഏറെ സന്തോഷം എന്ന് പറയുന്നത് ഫസ്റ്റ് മത്സരാർത്ഥിയായിട്ട് എനിക്ക് ബിഗ് ബോസിലേക്ക് എത്താനായിട്ട് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചു. അതിനുശേഷം ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞപ്പോ അതൊരു ശരിക്കൊരു മായാലോകം എന്നൊക്കെ പറയില്ലേ, നമ്മള് ഒരു സാധാരണക്കാരൻ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു മായാലോകമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബിഗ് ബോസ്. അത് കിട്ടി. അപ്പൊ അത് ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 ദിവസം നിൽക്കാനായിട്ട് പറ്റി. അവസാനം മോഹൻലാൽ സാറിന്റെ കൈ പിടിച്ചാണ് ഇറങ്ങിയതിന് ശേഷം ജനങ്ങളുടെ ഒരു പൾസ് അറിഞ്ഞപ്പോ, ഇത്രമാത്രം സ്നേഹം കിട്ടുന്നു എന്നറിഞ്ഞപ്പോഴുള്ള ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് വാക്കുകൾക്കും അതീതാണ്. നിങ്ങളോടൊന്നും അല്ലെങ്കിൽ ഒരാൾക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം സ്നേഹം എനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോ ശരിക്കും എന്താ പറയാ, വണ്ടർ അടിച്ചു പോയി എന്നൊക്കെ പറയില്ലേ, അത്രമാത്രം സന്തോഷമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 100 ദിവസം ഇപ്പോൾ അനീഷത്തിനകത്ത് അതിനകത്ത് നിന്നിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. 100 ദിവസം അത്രയും ഗെയിമുകളും ടാസ്കുകളും മെന്റൽ ഡിപ്രഷൻ വരെ കടന്നു പോയിട്ട്, പിന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പല സമയത്തും ലൈക്ക് അവരെല്ലാം ഒരു ഗ്യാങ് പോലെ എന്നൊരു അനീഷത്തിന് ഒറ്റക്കടയിലേക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 100 ദിവസം കഴിഞ്ഞിട്ട് 101ാമത്തെ ദിവസം ഉണ്ടാവുമല്ലോ, അതായത് 100 ദിവസം ഒരു റൂൾസ് ഒക്കെ പാലിച്ച് നിങ്ങളൊരു വീട്ടിനകത്ത് കഴിഞ്ഞു. 101ാമത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? പെട്ടെന്ന് അതിൽ നിന്നൊരു മാറ്റം. 101 ദിവസം വരെ നമുക്ക് മൊബൈൽ ഉണ്ടായിരുന്നില്ല. മൊബൈൽ കിട്ടിക്കഴിഞ്ഞപ്പോ, മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു തരത്തിലും നമുക്ക് വിശ്രമില്ലാത്ത രീതിയിൽ ചറപറ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോളുകളും മെസ്സേജുകളും ഒക്കെ ആയിട്ട് എന്റെ ഫോൺ ശരിക്കും ഹാങ് ആയി പോയ ഒരു അവസ്ഥയായിരുന്നു.
ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാലം മുൻപ് ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം സ്വപ്നം കണ്ടിരുന്നു. നമുക്കത് അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴായിട്ട് ആലോചിച്ചിരുന്നു. അങ്ങനെ എത്തിച്ചേർന്നു. അപ്പൊ ഞാനിങ്ങനെ സ്വപ്നം കാണായിരുന്നു, എനിക്കൊരു എന്താ പറയാ കുറച്ച് ഫെയിം കിട്ടുന്നു, ആളുകൾ എന്നെ തിരിച്ചറിയുന്നു എന്നൊക്കെ കുറെ കാലങ്ങൾക്ക് മുൻപേ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി എന്നുള്ള തിരിച്ചറിയുന്ന നിമിഷം കൂടിയായിരുന്നു അത്. അപ്പൊ എന്താ പറയാ, അത്രമാത്രം സന്തോഷമായിരുന്നു ആ ഒരു മൊമെന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്, പിന്നെ നമ്മുടെ സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഇവർക്കും അനീഷേട്ടനോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ ചോദിച്ചോളൂ. സപ്ന 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 അപ്പോ ബിഗ് ബോസിലേക്ക് വരുന്നതിന്റെ ഒരു 5 years മുന്നേ ഇത്രയും ഗ്യാപ്പ് എടുത്ത് ഇതിനായിട്ട് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 5 years എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയത്, ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ? അത് ആക്ച്വലി തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഞാൻ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. ഓൾറെഡി 5 വർഷത്തെ ലോങ് ലീവിലാണ്. ഇപ്പോൾ 2 വർഷമായിരിക്കുന്നു. ഇനിയും കുറച്ച് നാളും കൂടി ഉണ്ട്. അപ്പൊ 2 വർഷം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒക്കെ കാണുമായിരുന്നു. ഞാൻ ബിഗ് ബോസിൽ എത്തിയാൽ ഞാൻ എങ്ങനെ അവിടെ നിൽക്കും എന്നൊക്കെ ഞാൻ അപ്പോഴേ നമുക്കൊരു TV കാണുമ്പോൾ എപ്പിസോഡൊക്കെ കാണുമ്പോൾ ഞാനായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു. അതല്ലാതെ വലിയൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ എപ്പിസോഡുകൾ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമായിരുന്നു. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ സംഭവിക്കണം എന്നൊന്നുമില്ല. നമ്മളൊരു കാര്യം ഇപ്പൊ സഫ്ന പോവാണെന്ന് വിചാരിക്കും, സഫ്നയ്ക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഞാൻ ഇങ്ങനെ നിൽക്കണം എന്നുള്ളത്. പക്ഷെ അതൊന്നും ചിലപ്പോൾ അവിടെ പോസിബിൾ ആവില്ല. കാരണം കൂടെയുള്ള മറ്റ് 19 പേരാണെങ്കിൽ അല്ലെങ്കിൽ 25 പേരാണെങ്കിൽ അവരും കൂടെ സഫ്നയ്ക്ക് അനുകൂലമായിട്ട് നിന്നാലാണ് സഫ്നയുടെ ഒരു സ്ട്രാറ്റജി വർക്കാവുള്ളൂ. അപ്പൊ അത് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുക എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പോക്കും. ഷഹീർ. ഓക്കെ ഷഹീർ പറഞ്ഞോളൂ. ലൈഫിലുണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് മുൻപ് നമ്മളെ അറിയുന്ന ആളുകൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബിഗ് ബോസിന് ശേഷം ലോകത്ത് ഒരുപാട് ഇപ്പൊ മലയാളികൾ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ എനിക്ക് വരുന്ന കോളുകളിൽ ഭൂരിഭാഗവും കോളുകളും നമ്മുടെ കേരളത്തിൽ നിന്നായിരിക്കും. അത് കൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് യൂറോപ്പിൽ നിന്ന് വരുന്നു, USA നിന്ന് വരുന്നു, ഗൾഫ് കൺട്രീസിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കോള് വരുന്നു. അതുപോലെ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കോള് വരുന്നു. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അംഗീകാരമാണ്. അതായത് നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നു, എന്നെ ആളുകൾ മനസ്സിലേക്ക് എടുക്കുന്നു, ഹൃദയത്തിലേക്ക് എടുക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ബിഗ് ബോസിന് മുൻപ് എന്നെ അറിയാവുന്നവരെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിരുന്നു. ചിലപ്പോൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 100 പേർക്ക് എന്നെ നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷെ ഇപ്പൊ ബിഗ് ബോസിൽ വന്നതിന് ശേഷം മലയാളികളായിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുന്നു. മലയാളികൾക്ക് മൊത്തം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഹങ്കാരമായിട്ട് പോകും. പക്ഷെ എങ്കിൽ കൂടെ ഞാൻ പറയാണ്, ഒരുപാട് ആളുകൾക്ക് എന്നെ അറിയുന്നു, തിരിച്ചറിയുന്നു, അവരുടെയൊക്കെ സ്നേഹം കിട്ടുന്നു. അതൊരു വലിയ കാര്യം. നാജിയ ബിഗ് ബോസിൽ വന്ന് കുറച്ചൊരു 2-3 വീക്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വീട്ടിലേക്കും നാട്ടിലേക്കും ആരും കേറ്റൂല എന്നുള്ളത്. അതൊരു 5-6-7 വീക്സ് ആയപ്പോ കേറ്റും, അല്ലെങ്കിൽ നാട്ടിലേക്കും വീട്ടിലേക്കും ഗ്രാൻഡ് ഫിനാലേക്കൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ മാറാനുണ്ടായ ആ കാരണം എന്താ? ഒരുപാട് ഘടകങ്ങളുണ്ട് മാറാനായിട്ട്. ഒന്നാമത് നമ്മൾ അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു തിരിച്ചറിവിന്റെ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. ആക്ച്വലി നമ്മൾ കുറെ അവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടും. ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്നു പോകും.
പിന്നെ എല്ലാ കാര്യങ്ങളും വസ്ത്രമാണെങ്കിലും ഫുഡാണെങ്കിലും അത് പിന്നെ മൊബൈൽ ഇല്ല, അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട് ഇതിൽ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഷോർട്ടേജ് ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണത്. അപ്പം നമുക്ക് ക്ഷമ വരും, നമ്മൾ ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റഡ് ആവും. അതുപോലെ തന്നെ നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് മാറും. നമ്മളിലുള്ള പോസിറ്റീവ് വശങ്ങൾ പുറത്തു വരാനായിട്ട് തുടങ്ങും. എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഒരു നല്ല മനുഷ്യനാവണം എന്ന്. അതിനുള്ള ഒരു അവസരം ബിഗ് ബോസ് തന്നു. അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങൾ കിട്ടി, അതുപോലെ തന്നെ നല്ല ആളുകളായിട്ട് ഇടപഴകാൻ പറ്റി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു എന്താ പറയാ നല്ലൊരു അവസ്ഥയിലെത്തും. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നു, അവർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തായാലും വീട്ടിലേക്ക് അവരൊക്കെ ക്ഷണിക്കും. അങ്ങനെയാണ് അത് ഉണ്ടായി പോയത്. ഇനിയിപ്പോ അവരെന്തായാലും വീട്ടിലേക്ക് വരും, അത് ഉറപ്പാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹായ്, എൻ്റെ പേര് ഫസിൽ. നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോയപ്പോ സോഷ്യൽ മീഡിയ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാതെ പോകാൻ എങ്ങനെയാണ് ധൈര്യം വന്നത്? അല്ലെങ്കിൽ എല്ലാവരും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ട് അത്രയും പോസ്റ്റപ്പ് ചെയ്തിട്ടാണ് പോവുക. സോഷ്യൽ മീഡിയ ആർക്കും കൊടുക്കാതെ പോകാൻ ധൈര്യം എങ്ങനെ വന്നു? അത് ധൈര്യമൊന്നുമല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു, അതാണ് സത്യം. അതായത് സെലക്ഷൻ കിട്ടി വളരെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത്. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ശരിയായിട്ടുള്ള ധാരണ എനിക്കില്ലായിരുന്നു. അപ്പൊ ബിഗ് ബോസിലേക്ക് കയറുന്ന ഒരു നിമിഷത്തില് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു, അവർക്ക് കൊടുത്തു, സൈൻ ചെയ്തു, അങ്ങനെ പോയി. അല്ലാതെ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം, എപ്പോഴും വീഡിയോസ് ഇടണം, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സേ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് വന്നില്ല എന്നല്ല, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. അപ്പൊ എന്തായാലും ഞാനിപ്പോ ആലോചിക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എന്റെ പേജിന് റീച്ച് കിട്ടായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ കേറുന്ന ആ നിമിഷത്തില് ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണ കുറച്ച് കുറവായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ബിഗ് ബോസിലേക്ക് കയറണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അല്ലാതെ ഇതിന്റെ വേറെ ഇങ്ങനത്തെ ഡിജിറ്റൽ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ അനീഷേട്ടന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 100 ദിവസം അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ആ ഒരു പോരാട്ടം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളിൽ ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ അനീഷേട്ടൻ്റെ ഫാൻസാണ്. ഈവൻ ഞാൻ പേഴ്സണലി അടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അനീഷേട്ടനെ അത്രയും ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ ഓഫീസിൽ ചർച്ച ചെയ്യുന്ന മെയിൻ ഒരു വിഷയം തന്നെ അതാണ്, അനീഷേട്ടൻ ജയിക്കണം. അതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. എനിവേ വളരെ കുറച്ച് സമയമാണെങ്കിൽ പോലും അനീഷേട്ടൻ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കുറച്ച് ചോദ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ മറുപടികൾ നമുക്ക് അനീഷേട്ടൻ തന്നിട്ടുണ്ട്. സോ എനിവേ അനീഷേട്ടാ, താങ്ക് യു.